ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോണതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ പാക്കിങ്ങും അതുപോലെ തന്നെ അന്നത്തെ രാവിലെ മുതലുള്ള രാത്രി വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ രാവിലെ എണീറ്റ പാടെ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ കഴിഞ്ഞിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ചായ ഉണ്ടാക്കുകയാണ്, അതുപോലെ മോന് ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ള വെള്ളവും. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും മീൻകറി ആക്കിയെടുക്കാമെന്ന് കരുതി. എന്നാൽ ഉച്ചക്കത്തേക്ക് ചോറിനും കൂടി അതാക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ മീൻകറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ നല്ല ഐസായിരുന്നു. രാവിലെ നീച്ചപാടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചത്, അപ്പോൾ ഐസ് പോയില്ല. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ആക്കാമെന്ന് കരുതി അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാട്ടിൽ പോവല്ലേ പിറ്റേ ദിവസം. അപ്പോൾ ഞാനിതാ പപ്പായൊക്കെ ഏകദേശം കുറച്ച് മഞ്ഞായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ആയത് ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. ഇനി ഇവിടെ വെച്ച് പോയാൽ അത് കിളി കൊത്തി പോവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഒന്ന് മഞ്ഞ കളറായത് ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ ആ രണ്ടാമത്തെ മരമല്ലേ, അവിടുത്തെ പപ്പായ ഇതുവരെ ഒന്നും ആയിട്ടില്ല, അതിമെന്ന് പറിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായി എന്ന് നോക്കാനും ഒന്ന് അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ജോലിക്ക് പോയി വന്നിട്ട് വേണം ബാക്കിയുള്ള എല്ലാ പരിപാടികളും നോക്കാൻ. മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മളൊരു ദിവസം പോവുകയാണെങ്കിൽ പോലും വീടടിച്ചിട്ട് പോവുകയാണെങ്കിലും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ പപ്പായ മഞ്ഞ കളറായിട്ടുണ്ട്, 3 ആയിട്ടുണ്ട് കേട്ടോ. അതതിനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വാഷിംഗ് മെഷീനിൽ അലക്കാല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടുന്നുണ്ട്. അങ്ങനെ അതാ പുട്ടുപൊടിയില്ലേ, നമ്മൾ അജ്മിയുടെ പുട്ടുപൊടി വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. ഒരു 10-12 മിനിറ്റ് എന്നിട്ട് നമ്മൾ പിന്നെ മാറ്റി വെക്കുക ഒന്ന് സെറ്റായി വരാൻ. അപ്പോൾ ഞാനൊരു ഇളം ചൂട് വെള്ളം കേട്ടോ അതിലോട്ട് ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മീൻ കറി ഞാൻ പൊതുവേ വെക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടേ കഴിക്കാറുള്ളൂ. ഈ കറി വെച്ചാൽ ബാക്കിയായി പോട്ടോ. എനിക്കിഷ്ടമാണ്, ഹസ്ബൻഡ് അതിനെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ മീൻ കറി ആക്കിയെടുക്കാറില്ല. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം പുട്ടക്ക് ഒരു നല്ല കോംബോ അല്ലേ മീൻ കറി, അപ്പോൾ അത് ആക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ പലരും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇതവിടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തക്കാളിയും ഉലുവയും കടുകും ഒക്കെ ഒന്ന് ഒപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ചെറിയ ഉള്ളി ഇട്ടാണ് കേട്ടോ, അതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കുറേ നേരം ഒന്ന് അത് കുക്കായി വരാൻ അടച്ച് വെക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തേക്ക് ചോറിനില്ല അരി അതും വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മീൻകറി നല്ലൊരു മണം കരിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ കൊടുമ്പുളി ഇട്ടിട്ടാണ് മീൻ കറി വെക്കുന്നത്. കോട്ടയംകാർ പൊതുവേ കൊടുമ്പുളിയാണ്, പക്ഷേ നമുക്ക് ഈ കൊടുമ്പുളി ഇട്ടിട്ട് ശീലമല്ലല്ലോ. നമ്മളധികം മറ്റേ സാധാ വാളംപുളി ഇല്ല, അതല്ലേ ഇട്ടല്ലേ. പിന്നെ വാളംപുളി ഏതായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് വെച്ച് എങ്ങനെ ശരിക്കും ഉണ്ടാക്കലൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ പുളി ഞാൻ കഴുകിയിട്ട് ഇച്ചിരി നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ആ വെള്ളവും പുളിയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതവിടെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് പൊട്ടാറ്റോ ഉപ്പേരിയാക്കി എടുക്കാമെന്ന് കരുതി പൊട്ടാറ്റോ ഒക്കെ ഒന്ന് തൊലിച്ച് വെക്കുകയാണ്. അങ്ങനെ ഇതാ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അയലയും പിന്നെ മാന്തളില്ലേ അതും കൂടിയാണ്, 2 കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നു. 2 മീനും കൂടി കുറച്ച് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇതാ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി പൊട്ടാറ്റോ ഉപ്പേരി റെഡിയാക്കണം. അങ്ങനെ ഒന്ന് ഇത്രേ ഉള്ളൂ. ചോറ്, മീൻ കറി, പൊട്ടാറ്റോ ഉപ്പേരി. അതുപോലെ ഇനി മീൻ വന്നിട്ട് വറക്കാമെന്ന് കരുതി. ഇപ്പോഴേ വറുത്ത് വെച്ചാൽ പിന്നെ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചോറ് തിന്നുമ്പോൾ അപ്പം അന്നേരം വറുത്തെടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയൊക്കെ അതിന് അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ പുട്ടിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകി എടുക്കുകയാണ്. അപ്പം വേഗം തന്നെ അപ്പുറത്ത് പൊട്ടാറ്റോ ഉപ്പേരി ഇങ്ങനെ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് മഞ്ഞൾ ഉപ്പ് മുളക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇച്ചിരി നേരം അടിച്ചു വെക്കാം കേട്ടോ. ഇങ്ങനെ സിമ്പിളായ രീതിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതാ മീൻ കറി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതും അവിടെ റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ മീൻകറി ആയത് ഞാനിതാ ഡൈനിങ് ടേബിൾ കൊണ്ടുവയ്ക്കാം കേട്ടോ, ഇനി കഴിക്കാൻ നേരത്തെ എടുക്കാമല്ലോ. പിന്നെ അതാ തേങ്ങ ഞാൻ ചെറുതൊന്ന് വാങ്ങിച്ചിരുന്നു. അപ്പം തേങ്ങ നമ്മളുടെ ആദ്യത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, നമ്മൾ തേങ്ങ കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചെറിയൊരു തേങ്ങ വാങ്ങിയിരുന്നു. അപ്പോൾ ഇതിനി ബാക്കിയാക്കേണ്ട കരുതി ബാക്കിയുള്ള ഞാൻ ഉച്ചക്കത്തേക്ക് ചമ്മന്തി കൂടി ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി, മുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി, സുർക്ക, വിനാഗിരിയില്ലേ, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി ഇങ്ങനെ ആക്കി എടുത്താൽ. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇതിലോട്ട് നമ്മളെ വാളംപുളീൻ്റെ ചെറിയ ഒരു കുഞ്ഞ് കഷ്ണം ഇട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ചെറിയ കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ, മീൻ കറിക്ക് ഇടാൻ മാത്രം ഇല്ലായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇടാന്ന് കരുതി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പം അതുകൂടി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം ആ പുട്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് പുട്ട് കഴിക്കൂല കേട്ടോ. അപ്പോൾ അവന് ഞാൻ ഇപ്പില്ല, അതാണ് ഇന്ന് കൊടുക്കുന്നത്. എന്നും ഇങ്ങനെ ഇപ്പിയും മാഗിയൊന്നുമല്ല കേട്ടോ കൊടുക്കാറ്. ഇടയ്ക്ക് അവന് പൊതുവേ രാവിലെ ബിസ്ക്കറ്റാണ്. ഇച്ചിരി നേരം കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പം രാവിലെ ഒന്നെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വിശപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ ഇപ്പി കുറച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് റോബസ്റ്റ് പഴം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പുട്ടിലോട്ട്. അപ്പം ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല മീൻകറിയും പുട്ടും, ചൂട് പുട്ടും ഒക്കെ കൂട്ടി ഞാൻ പഴം കഴിച്ചില്ല കേട്ടോ. മീൻകറിയും പുട്ടും കൂട്ടിയിട്ടാണ് പിന്നെ ചായ കുടിക്കുന്നത്. അപ്പോൾ അത് ഹസ്ബൻഡ് ഇങ്ങനെ ചായ ഞാൻ എടുക്കാൻ പറഞ്ഞു കേട്ടോ. ചായയൊക്കെ ഇങ്ങനെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, 2 മണീൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി. അപ്പോൾ ഇതാ നമ്മൾ ചോറ് വാർത്തെടുത്തില്ലായിരുന്നു. അപ്പോൾ അത് അപ്പുറത്ത് വാർത്തെടുക്കുന്നുണ്ട്. അതുപോലെ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഇന്നത്തോടു കൂടി മീനും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തീർക്കും ചെയ്യണമല്ലോ, ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് പോകണം. അപ്പോൾ മീനും ആയി. ഇനി ചോറ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പം ഇന്ന് ചോറിന് നല്ല അടിപൊളി ചോറും മീൻ പൊരിച്ചതും മീൻ കറിയും അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തിയും പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ സാധനം. ഇതിൻ്റെ ഫ്രണ്ട്സ് അന്ന് വന്നില്ല. അപ്പോൾ ഒരാൾ നാട്ടിൽ നിന്ന് നേരിട്ട് വരുമായിരുന്നു. അപ്പോൾ അവനിങ്ങനെ വരുമ്പോൾ നാടൻ മോര് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുവന്നേന്ന് കുറച്ച് എന്നോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും മീൻ കറിയും മോരും ചമ്മന്തിയും മീൻ പൊരിച്ചതും പൊട്ടാറ്റോ ഉപ്പേരിയൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് ചോറ് കഴിച്ച് കുറേ കാലത്തിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ വെറും ചോറും ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കലാണ്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം ഇതിനെ കടന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജ് നല്ല ഐസാണ്. അപ്പോൾ കിടക്കാൻ പോണതിന് മുന്നേ ജസ്റ്റ് ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഐസ് ഉരുകാനുള്ള ആ ബട്ടണില്ലേ, പണ്ടത്തെ ഫ്രിഡ്ജാട്ടോ, കുറേ വർഷമായി ഇത് മാറ്റാറായിന്. അപ്പോൾ അതൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് മൊത്തം ഒന്ന് ഐസ് പോകണം, എന്നിട്ടേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ വൈകിട്ട് ആ സമയം കൊണ്ട് നമ്മൾ മോർണിംഗ് കൊണ്ടുവന്ന് ഓണർ വിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം അവനവിടെ കളിച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മരുവിൻ്റെ സമയപ്പോൾ അവിടെ നിന്ന് പോയി. ഇനി രാത്രിക്കൊക്കെ എന്താ ഭക്ഷണം ആക്കി എടുക്കാൻ നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴാട്ടോ കുറച്ച് ചിക്കനും ഉണ്ടായിനല്ലോ, അതിങ്ങനെ ഒന്ന് ബ്രോസ്റ്റാക്കി എടുക്കാമെന്ന് കരുതി. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി എടുക്കണില്ല കേട്ടോ. അപ്പം മോനാണെങ്കിൽ ഉച്ചക്കത്തെ ആ ചോറ് കുറച്ച് ബാക്കിയോടെയുണ്ട്. ഇനി ഇതാ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് മൊത്തത്തിൽ കാണിക്കുന്നില്ല, അതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അതുപോലെ കുറേ ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പം കൂടെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 ദിവസം മുന്നേ ഞാൻ ഗ്രീൻ പീസ് വെച്ചിരുന്നു. അപ്പം ബാക്കിയില്ല ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഇനി മൊത്തത്തിലൊന്ന് പിന്നെ ഇതാ അങ്ങനെ ലിക്വിഡ് വെച്ച് ഇതാക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡും കുറച്ച് സോഡാക്കാരും കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ടുള്ള ലിക്വിഡാട്ടോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതാ മൊത്തത്തിലൊന്ന് തോത്തിയെടുക്കുകയാണ്. അപ്പം മുകളിൽ നിന്ന് ഐസ് ഉരുകി ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ തുറന്ന് വെച്ച് വെള്ളം പോകാൻ വെക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതാണ് ഇപ്പം കിച്ചൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ക്ലീൻ ചെയ്യണ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. പിന്നെ നാട്ടിൽ പോയി വരുമ്പോൾ കിച്ചണിൽ കയറണമെങ്കിൽ നമുക്കിതൊക്കെ സെറ്റാക്കി വെക്കണ്ടേ. അപ്പോൾ ഇതാ മുകളിലത്തെ കബോർഡുകളും താഴത്തെ സ്റ്റോറേജ് സ്പേസൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാണ് കേട്ടോ. ഒക്കെ കുറേ ആവശ്യമില്ലാത്ത അതും സാധനങ്ങളങ്ങനെ നിറയും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതാ അതുമ്മ കൊണ്ടുവന്ന സംസം വെള്ളമാണ്. ഹജ്ജിന് പോയി വന്നപ്പം അതൊക്കെ ഇതാ അങ്ങനെ വെക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളും എടുത്ത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ മുകളിലത്തെ എല്ലാ ഇതും കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ താഴത്തെ സ്റ്റോറേജ് ബോക്സ് സ്ഥലമല്ലേ, അവിടെ മൊത്തത്തിൽ സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. കുറേ കവറുകളും ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം മതിയെന്ന് കരുതി അതൊക്കെ ഒഴിവാക്കണം. പക്ഷേ നമ്മൾ എത്ര ഒഴിവാക്കിയാലും വീണ്ടും ഓരോ സാധനം കൊണ്ടുവരുമ്പം വീണ്ടും ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഈ ഭാഗത്ത് കുറേ കുപ്പികളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഞാൻ ഈ അരിയൊക്കെ ഇടാനിപ്പോൾ ഈ അടുത്ത് പുതിയ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിയല്ലോ. അതിൻ്റെ മുന്നേ ഇങ്ങനെ വലിയ വലിയ ഇങ്ങനത്തെ പോകുന്ന ഭരണികളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളിലെ പൊടികളോ അതൊക്കെ ഒന്ന് വേസ്റ്റിലോട്ട് കളയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് ബ്രോസ്റ്റിനിൽ ഇതാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോട്ടിങ് ഇല്ലേ അതിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബെഡ്റൂമത്തെ അവസ്ഥ കേട്ടോ. അത് കട്ടിൻ്റെ താഴെ മൊത്തം മോൻ്റെ ടോയ്സാണ് കേട്ടോ. അവിടെ നിന്നല്ല മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവന് കളി കഴിഞ്ഞാൽ അവിടെ വെക്കും. പിറ്റേന്ന് രാവിലെ ഇതേപോലെ അവിടെ നിന്ന് ആവശ്യമെല്ലാം എടുക്കും. ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ നിറച്ച് പൊടികളുണ്ടായിരുന്നു കേട്ടോ. അതാ ഇത് 2 റൂമത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ അതാ ഏകദേശം കിച്ചൺ ക്ലീൻ ചെയ്തതിൻ്റെതാണ്. മൊത്തത്തിൽ സാധനം എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം 11:30 മണിയായി. മോനെ വേഗം നമ്മൾ ഭക്ഷണം കഴിച്ച് ഉറക്കി. ഇനി കൊണ്ടുപോകാനുള്ള ഡ്രസ്സാട്ടോ. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഡ്രസ്സുകൾ എടുക്കണുള്ളൂ. ബാക്കി വീട്ടിലുണ്ട്. കുറച്ച് നമ്മൾ അവിടെയും വെക്കലാണ്, കുറച്ച് ഇവിടെയും വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒക്കെ പാടെ നമുക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാറിൽ പോകുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇതാ നാളെ ഇടാനുള്ള ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മോനും എൻ്റെ ഡ്രസ്സുകളും ഒതുക്കി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡിനെ ഇനി ഹസ്ബൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് കടന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി നാട്ടിലെത്തിയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും ഇടാം കേട്ടോ.